അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഉടനെ പോയതായിരുന്നു. 2 കൊല്ലമായിട്ടും ഹസ്ബൻഡ് വരാത്ത സാഹചര്യമായതിനാൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഹസ്ബൻഡ് ഖത്തറിൽ നിന്ന് ആദ്യത്തെ ഫ്ലൈറ്റിൽ തന്നെ നാട്ടിലേക്ക് വരികയും രണ്ടാമത്തെ നിയോഗമായി ഞാൻ വെച്ചത് ഒരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുഞ്ഞായില്ലായിരുന്നു. അങ്ങനെ പരിസ്ഥമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ 3-4 വർഷക്കാലമായി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഈ ജാനുവരി 2025 ജാനുവരി 28-ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നു. ഞങ്ങൾക്ക് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഞങ്ങൾ എല്ലാവരുമായി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു. ഞാൻ, ഹസ്ബൻഡ്, കുഞ്ഞ്, അമ്മ, പപ്പ എല്ലാവരും യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ബസ് വന്ന് കാറിൽ ഇടിക്കുകയും കാറ് ഏകദേശം ഫ്രണ്ട് ഭാഗം മുഴുവൻ തകർന്നു പോയി. എന്നാൽ പരിസ്ഥമ്മ ഞങ്ങളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. എൻ്റെ ഫ്രണ്ടിലെ പല്ല് കൊണ്ട് മുറിഞ്ഞ കുറച്ച് ചോര പോയി എന്നല്ലാതെ യാതൊരു പോറലും കൂടാതെ പരിസ്ഥമ്മ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. എന്ന് കുഞ്ഞ് ഫ്രണ്ടിലായിരുന്നു നിൽക്കാറ്. അന്ന് പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡ് കുഞ്ഞിനോട് പറഞ്ഞു, നീ ഫ്രണ്ടിൽ നിൽക്കണ്ട, ബാക്കിൽ നിന്നാൽ മതി കാറിൻ്റെ. അങ്ങനെ അന്ന് കുഞ്ഞ് ബാക്കിൽ ഇരുന്നത് കൊണ്ടാണ് കുഞ്ഞിനും ഒരു പോറൽ പോലും സംഭവിക്കാത്തത്. അങ്ങനെ എന്നും ഞാൻ ഡെയിലി ബ്രെഡ് കൂടി 5:30 പ്രയർ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അന്നത്തെ യാത്രയിൽ ഞാൻ അതായിരുന്നു നിയോഗമായി വെച്ചതും. അങ്ങനെ പരിസ്ഥമ്മ എന്നെ ഞങ്ങളെ കുടുംബത്തെ മൊത്തം വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിച്ചു.